السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الذي هدانا سواء الطريق وجعلنا التوفيق خير رفيق. الصلاة والسلام على من أرسله هدى وبالاقتداء حقيق ونورا به الاقتداء يليق وعلى آله وأصحابه الذين هم نجوم الهدى وقبلة الأمم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل يأمرهم بالمعروف وينهاهم عن المنكر ويحل لهم الطيبات ويحرم عليهم الخبائث ويضع عنهم إصرهم والأغلال التي كانت عليهم فالذين آمنوا به وعزروه ونصروه واتبعوا النور الذي أنزل معه أولئك هم المفلحون. صدق الله العظيم. ഏറ്റവും ബഹുമാനമുള്ള മുഅ്മിനുകളെ, പ്രത്യേകിച്ച് ദീനി ദഅവത്ത് മേഖലയിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ എല്ലാ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ബഹുമാനികളായ അഡ്മിൻസ്, അതിനുമപ്പുറം നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ നമുക്ക് വേണ്ടി എപ്പോഴും ശക്തിയും ഊർജവും നൽകുന്ന അഹ്ലു ബൈത്ത് അഭ്യസ്തരായ പണ്ഡിതന്മാർ, പ്രത്യേകിച്ച് നമ്മുടെ എല്ലാ ഗ്രൂപ്പുകളിലെയും ബഹുമാനികളായ പഠിതാക്കളായ എൻ്റെ പ്രിയപ്പെട്ട മെമ്പേഴ്സ്, അതുപോലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന മുതഅല്ലിമീങ്ങൾ, നമ്മുടെ ക്ലാസ് റൂമിലൂടെ പല ക്ലാസ്സുകളും നമുക്ക് എടുത്തു തീർക്കാനുണ്ട്. പലതും ഡയറിയിൽ എഴുതി വച്ചിട്ടുണ്ട്. അതിൽ നമ്മുടെ ക്ലാസ് റൂമിൽ തന്നെ 1-2 പ്രാവശ്യം വന്ന ഒരു ക്വസ്റ്റ്യനും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതിൽ ഒരു ക്ലാസ് വളരെ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ ഒന്ന് എടുക്കാമെന്ന് തീരുമാനിച്ചു ഞാൻ. ഇൻഷാ അല്ലാഹ് അത് യഥാർത്ഥത്തിൽ ഇന്നത്തെ ഈ വർത്തമാന കാലഘട്ടത്തിൽ ചിന്തിക്കപ്പെടേണ്ടുന്ന, മനസ്സിലാക്കപ്പെടേണ്ടുന്ന ഒരു വിഷയമാണ് എന്നും തോന്നി. പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു രീതിയിലേക്ക് പരിശുദ്ധമായ ദീനിനെ, ഇസ്ലാമിനെ ചിലപ്പോഴൊക്കെയും വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ടോ എന്ന് സംശയമല്ല, അത് നമുക്ക് മനസ്സിലായിട്ടുമുണ്ട്. അതിൽ ചിലപ്പോഴൊക്കെ ചില കാര്യങ്ങൾ എടുത്തുകൊണ്ട് സമൂഹ മധ്യത്തിൽ ഇട്ട് അതിനെങ്ങനെ വളച്ചൊടിക്കാറും ഉണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ പ്രപഞ്ച ലോകത്തിന്, മുസ്ലിം ഉമ്മത്തിനല്ല ലോകത്തിന് വെളിച്ചം വീശിത്തന്ന പരിശുദ്ധമായ ഖുർആൻ നമ്മുടെ കൈവശം ഉണ്ട്. ആ ഖുർആനിനെ നമ്മളിലേക്ക് എത്തിച്ചു തന്ന പ്രിയപ്പെട്ട പ്രവാചകൻ മുത്ത് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകായോഗ്യമായ ജീവിതശൈലി കാണിച്ചുകൊണ്ട് നമുക്ക് എല്ലാം ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. ആ പ്രവാചകനെയും പരിശുദ്ധമായ ഖുർആനിനെയും മനസ്സിലാക്കാനുള്ളൊരു ശ്രമം ഏതൊരു വ്യക്തിയും സ്വീകരിച്ചു കഴിഞ്ഞാൽ ഈ വിഷയങ്ങളിലൊക്കെയും സത്യസന്ധമായ കാര്യം മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അതിൽ സംശയവും ഇല്ല. അപ്പോൾ ഞാൻ ഇന്ന് നമുക്ക് തുടങ്ങാനുള്ള ഒരു ചെറിയ ക്ലാസ്, അത് ഇസ്ലാമും അടിമത്തവും എന്ന് പറഞ്ഞ വിഷയം തന്നെയാണ്. അടിമത്വം എന്ന് പറഞ്ഞത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു രണ്ടാം കിടയായിട്ട്, അല്ലെങ്കിൽ ഒരു താഴ്ചയിലായിട്ട്, ഒരു മൈനസ് പോയിന്റ് ആയിട്ട് തന്നെയാണ് അതിനെ കാണാൻ സാധിക്കുക. സ്വമത്വത്തിന് എതിരിലുള്ള ഒരു വാക്ക്, ഒരു പ്രയോഗമായിട്ട് നമുക്കതിനെ കാണും. സോഷ്യലിസത്തിന് എതിരായിട്ട് അതിനെ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയാണ് നമ്മുടെ ശ്രദ്ധയിലേക്ക് അത് കടന്നു വരുന്നത്. എങ്കിൽ കഴിഞ്ഞകാല ലോക ഹിസ്റ്ററിയൊക്കെ പരിശോധിച്ച് നോക്കിയാലും, പരിശുദ്ധ ദീനിൻ്റെ കാലികമായിട്ടുള്ള കാലാകാലങ്ങളിലുള്ള ഹിസ്റ്ററികൾ പരിശോധിച്ച് നോക്കിയാലും, പ്രവാചകാഗമനം വരുന്ന കാലയളവിനെ പരിശോധിച്ച് നോക്കിയാലും ഇതിലൊരു വളരെ വ്യക്തതയുള്ള വസ്തുത നമുക്ക് മനസ്സിലാക്കാനുണ്ട്.
അങ്ങനെ മനസ്സിലാക്കപ്പെടുമ്പോൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്ന യുക്തിചിന്താഗതികളുള്ള ആളുകളുടെ മുന്നിൽ അതിനെ നമുക്ക് വ്യക്തമാക്കി കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നിരീശ്വരത്വം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് വരുന്നവരുടെ മുമ്പിലും അത് കാണിച്ചു കൊടുക്കാൻ സാധിക്കും. അവർക്ക് സത്യം മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് കഴിയണം. അതാണ് നമ്മുടെ ദഅവത്ത് കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. അതിന് വളരെ കുറഞ്ഞ രീതിയിൽ നമുക്ക് ആ വിഷയം മനസ്സിലാക്കാനുണ്ട്. യഥാർത്ഥത്തിൽ മാനവ സമുദായത്തെ ഒരു കാലഘട്ടത്തിൽ സ്വച്ഛാധിപതികളുടെ എന്ന് പൂർണ്ണമായി പറയാൻ കഴിയില്ലെങ്കിലും അങ്ങനെ ഒരവസ്ഥ ഉണ്ടായിരുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ പ്രമാണിമാരുടെ ഒക്കെയും കൈകളിൽ ആയിരുന്നു. അങ്ങനെ ഒരു അടിമത്ത രീതി ഉണ്ടായിട്ട് ഇല്ല എന്ന് പറയാൻ വയ്യ. എന്നിരുന്നാലും അതിൽ നിന്നൊക്കെ മോചിപ്പിച്ചുകൊണ്ട് യഥാർത്ഥ സ്വാതന്ത്ര്യത്തിൻ്റെയും മാനുഷിക മഹിമയുടെയും സ്വർഗഭൂമിയിലേക്ക് നയിക്കാൻ നിയുക്തനായി വന്ന മഹാനായ പ്രവാചകൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യം സമൂഹമധ്യേ നമുക്ക് പ്രബോധന വീതിയിലൂടെ കാണിച്ചു തന്നു. അതായത് ഈ ലോകത്ത് ഭൂമുഖത്ത് സത്യവും നീതിയും സ്വാതന്ത്ര്യവും സ്ഥാപിച്ച ഇസ്ലാമിൻ്റെ മൂല പ്രമാണം അത് പരിശുദ്ധ ഖുർആൻ തന്നെയാണ്. വിശ്വ സാഹോദര്യം, സമത്വം, സാമൂഹിക നീതി, അതുപോലെ തന്നെ അതുല്യമായ അധ്യാപനങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ പ്രവാചകൻ കാണിച്ചു തന്ന വസ്തുതകൾ പരിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ചുകൊണ്ട് നമുക്കത് കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനിലേക്ക് തന്നെ നാം ഒന്ന് തിരിച്ചുപോയാൽ, പരിശുദ്ധ ഖുർആൻ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ള ആശയങ്ങളിലേക്കൊന്ന് കടന്നാൽ പരിശുദ്ധ ദീൻ നമുക്ക് തന്ന വെളിച്ചം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പരിശുദ്ധ ഖുർആനിൽ ഒരിടത്ത് പറയുന്നുണ്ടല്ലോ, യാ അയ്യുഹല്ലദീന ആമനു ഇജ്തനിബു കസീറൻ മിനൽ-ളൻ ഇന്ന ബഅദ-ളന്നി ഇസ്ം വലാ തജസ്സസു വലാ യക്തബ് ബഅദുകും ബഅദ അയുഹിബ്ബു അഹദുകും അൻ യഅകുല ലഹ്മ അഖീഹി മൈതൻ ഫകരിഹ്തുമു ഫത്തഖുല്ലാഹ ഇന്നല്ലാഹ തവ്വാബുർ റഹീം. യാ അയ്യുഹന്നാസു ഇന്നാ ഖലഖനാകും മിൻ ദകരിൻ വഉൻസ വജഅൽനാകും ശുഉബൻ വഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും ഇന്നല്ലാഹ അലീമുൻ ഖബീർ. സദഖല്ലാഹുൽ അദീം. ഇതാണ് പ്രവാചകൻ തിരുമേനി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മാനുഷിക മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് സമൂഹത്തിൻ്റെ മുന്നിൽ, ലോകത്തിന് മുമ്പിൽ നമുക്ക് കാണിച്ചു തന്ന മഹത്തായ ഒരു സന്ദേശം, മഹത്തായിട്ടുള്ള ഒരു ആശയം. ഈ ആശയങ്ങളൊക്കെ മനസ്സിലാക്കി കൊണ്ടുവരുമ്പോൾ, അത് പരിശുദ്ധ ഖുർആനിലൂടെ മനസ്സിലാക്കപ്പെടുമ്പോൾ, പ്രവാചകനിലൂടെ മനസ്സിലാക്കപ്പെടുമ്പോൾ, ഇത്തരത്തിലുള്ള വിഷയങ്ങൾക്ക് അടിവരയിട്ട മറുപടി നമുക്ക് തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കും. പരിശുദ്ധ ഖുർആൻ ഈ ആയത്തിലൂടെ, ഞാൻ അതിൻ്റെ പൂർണ്ണമായ ഭാഗത്തേക്ക് പോവാതെ നമുക്ക് ഇപ്പോൾ ആവശ്യമുള്ളൊരു ഭാഗ്യം മാത്രം ഞാൻ ഓതിക്കേൾപ്പിച്ചു. അതിലേക്ക് വരാം. യാ അയ്യുഹന്നാസു, ഏ സമൂഹമേ, ഏ ജനങ്ങളെ, അങ്ങനെയാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. യാ അയ്യുഹന്നാസ്, ഏ വിശ്വസിച്ച മുസ്ലിങ്ങളെ എന്നല്ല, അല്ലെ മുഅ്മിനുകളെ എന്നല്ല, അല്ലെങ്കിൽ വിശ്വാസിനികളായ മുഅ്മിനത്തെ എന്നുമല്ല. അള്ളാഹു പറഞ്ഞത് വിശ്വസിച്ചതായ മുഅ്മിനത്തെ എന്നല്ല പറഞ്ഞത്. യാ അയ്യുഹന്നാസ്, ഏ വിശ്വസിച്ചതായ, യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ. ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന വിശ്വാസിയാവട്ടെ അവിശ്വാസിയാവട്ടെ, അത് ഏത് തലത്തിലുള്ളവരാവട്ടെ, ഏത് ഗണത്തിലുള്ളവരാവട്ടെ, അവരെയൊക്കെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൻ്റെ ആ ഒരു വിളി. യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ. എന്താണ് പറഞ്ഞത്? ഇന്നാ ഖലഖനാകും, തീർച്ചയായിട്ടും നാം നിങ്ങളെ പടച്ചിരിക്കുന്നു. മിൻ ദകരിൻ വ ഉൻസ, ഒരു ആണിൽ നിന്നും പെണ്ണിൽ നിന്നും നിങ്ങളെ പടച്ചിരിക്കുന്നു. ഈ ആശയത്തിൻ്റെ മുമ്പിൽ മറ്റെന്തെങ്കിലും കൊണ്ടുവന്ന് വെക്കാൻ ആർക്ക്, എവിടുന്ന്, ഏത് തത്വസംഹിതക്കാണ് കഴിയുക? പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചിരുന്ന ശൈലി അതാണ്. നമ്മെല്ലാവരെയും അള്ളാഹു പടച്ചത് ഒരു ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ്. അവിടെ ഒരു വിവേചനമില്ലാത്ത ശൈലി തന്നെ ഖുർആൻ പ്രവാചകനിലൂടെ നമുക്ക് കാണിച്ചു തന്നു.
നാം എല്ലാവരെയും പടച്ച് നാം എല്ലാവരെയും ഇങ്ങോട്ട് കൊണ്ടുവന്നത്, നാം എല്ലാവരും ഇവിടെ ജീവിക്കുന്നതും അതിൻ്റെ തുടക്കവും ഒരു ആണിന് പെണ്ണെന്നാണ്. മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഭാര്യ ഹവ്വാ ബീവി റളിയല്ലാഹു തആല അൻഹ, ഇവരിലൂടെയാണ് നാം ഇവിടെ വന്നത് എന്നാണ്. അപ്പോൾ ലോകത്ത് പെറ്റുവീഴുന്ന, ജനിച്ചു വീഴുന്ന സകല ആളുകളും അതിൽപ്പെട്ട ആ ഒരു വഴിയിലൂടെ വരുന്നവരാണ്. മിൻ ദക്കരിൻ വ ഉൻസ. എന്നിട്ട് പറഞ്ഞു വജഅൽനാക്കും, തീർച്ചയായിട്ടും നിങ്ങളെ നാം ആക്കിയിരിക്കുന്നു ശുഊബൻ വ ഖബായില, ചില ഗോത്രക്കാരും ദേശക്കാരും നിങ്ങളെ ആക്കിയത് എന്തിനു വേണ്ടിയാണ്? ലിതആറഫു, നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയാണ്. നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, മനസ്സിലാക്കിക്കോ, നിങ്ങൾ ഇന്ന് ഏറ്റവും ഉന്നതര്, ശ്രേഷ്ഠര്, ഒരുപാട് സമ്പത്തുള്ള ആളല്ല, ഒരുപാട് വലിയ ശക്തിയുള്ള, 10 ആളെ കീഴടക്കാൻ പറ്റുന്ന ശക്തിയുള്ള ആള് എന്നല്ല. അതല്ലെങ്കിൽ നല്ല ഒരുപാട് മക്കളും ഒക്കെ ഉള്ള ആളുകൾ എന്നല്ല. അല്ലെങ്കിൽ പല രീതിയിലും വരുമാന സ്രോതസ് കൊണ്ട് എപ്പോഴും നെഞ്ചുന്തുന്ന അല്ലെങ്കിൽ തോള് പൊങ്ങുന്ന ഒരു ചുറ്റുപാടുള്ള ആള് എന്നല്ല. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിന്ന് ഏറ്റവും ഉത്തമര്, നിങ്ങളിന്ന് ഏറ്റവും നല്ലവര്, നിങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവർ അള്ളാഹുവിൻ്റെ അടുക്കൽ തഖ്വയുള്ളവരാണ്. അള്ളാഹുവിനെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മെ എല്ലാവരെയും പടച്ച ഈ ലോകത്തിൻ്റെ നാഥൻ റബ്ബുൽ ഇസ്സത്ത് സുബ്ഹാനഹു വ തആലയെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുന്നവരാണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, ആ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ്. ഇന്നല്ലാഹ അലീമുൻ ഖബീർ, അള്ളാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായിട്ടും നമ്മുടെ ഉള്ള് അറിയുന്നവനാണ്. യാ അയ്യുഹന്നാസു ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ വ ഖബായില ലിതആറഫു ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും ഇന്നല്ലാഹ അലീമുൻ ഖബീർ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ചിന്താഗതികളെയും, നമ്മുടെ മനസ്സിനകത്തുള്ള കാര്യങ്ങളെയും, മനസ്സിൽ നിന്ന് വെളിവാക്കുന്ന കാര്യങ്ങളെയും, നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളെയും, ഊഹിക്കുന്ന കാര്യങ്ങളെയും, തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന കാര്യങ്ങളെയും എല്ലാം അള്ളാഹു അറിയുന്നവനാണ്. അതും ഖബീർ, ഉള്ളറിയുന്നവനാണ്. അപ്പോൾ ഈ പരിശുദ്ധമായ ഈ വചനം തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്ന പ്രിയപ്പെട്ട പ്രവാചകൻ പരിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത് കൊണ്ട് നമ്മൾ പഠിപ്പിച്ചത്, ലോകത്ത് ഏറ്റവും വലിയ തത്വസംഹിതയും ആശയവും അതെന്താണ്? അത് മനുഷ്യൻ ഒരു ആണിൽ നിന്നും പെണ്ണിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടു എന്നാണ്. അപ്പോൾ അവിടെ വിവേചനമില്ല, അവിടെ ഒരാൾ താഴ്ന്നു ഒരാൾ പൊങ്ങി എന്നുള്ള വിഷയം വരുന്നില്ല. ആ വിശ്വാസത്തിൻ്റെ അടിത്തറയിലേക്ക്, വിശ്വാസധാരയിലേക്ക് കടന്നു വരുമ്പോൾ അവർ എല്ലാവരും ഒന്നാണ് എന്ന് പഠിപ്പിക്കപ്പെടുകയാണ്. ഈ ആശയത്തിൽ നിന്നും കൊണ്ട് തന്നെ നമുക്ക് ഇനി നമ്മുടെ ചർച്ചകൾ നമുക്ക് ആരംഭിക്കാം. ഇതിലൂടെ ഇങ്ങോട്ട് വരട്ടെ, പരിശുദ്ധ ഖുർആനില് പലയിടങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ള കാര്യങ്ങളുടെ ആ പുറം ഭാഗമെങ്കിലും സ്പർശിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന ഈ മഹത്തായ ആശയം, ആ തത്വസംഹിത, നമുക്ക് അടിമത്തത്തെ എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക എന്ന് നമുക്ക് ചിന്തിക്കാം. ഇൻഷാ അല്ലാഹ് ഞാൻ ഇന്ന് അതിൻ്റെ ഒരു തുടക്കം എന്ന നിലക്ക് നിങ്ങളുടെ മുമ്പിൽ വെച്ചത് ഇതാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസങ്ങളിലായിട്ട് കുറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ആ വിഷയം ഒന്ന് ഗ്രഹിക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഉസിക്കും ബിദ്ദുആ.